കർത്താവെ ഉടമ്പടി എടുത്തിരിക്കുന്ന എല്ലാവരെയും വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും വിശ്വസ്തയോടെ അതിൽ നിലനിൽക്കുന്നതിനുമായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ എല്ലാ മക്കളെയും അങ്ങോട്ടെടുക്കണമേ. കർത്താവെ അവർ പറയുന്ന വഴി ചെയ്തുകൊണ്ട് വചനാധിഷ്ഠിതമായി ജീവിക്കുകയും പരിശുദ്ധമ്മയുടെ ആധ്യാത്മികത ആവഹിച്ചുകൊണ്ട് ദൈവത്തെ മാറ്റപ്പെടുത്തിക്കൊണ്ട് ഇഹത്തിലും പരത്തിലും ദൈവരാജ്യത്തിന് സ്വന്തമായി ജീവിക്കാൻ വേണ്ടി ഉടമ്പടിയാൽ പ്രത്യേകം സമർപ്പിതരായ എല്ലാവരുടെയും ജീവിതത്തിൽ പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ട് അങ്ങനെ നാമത്തെ മാറ്റപ്പെടുത്തണമേ. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. ശുശ്രൂഷയുമ്പോളാനന്ദമേകുന്ന വാഗ്ദാന പേരമേ വാരത്താകിരുന്നോക്ക് ആശ്രയമെങ്ങും നീയേ സഞ്ചരിച്ചെന്നും സൗഖ്യം പകരുന്ന സമയം തിരിഞ്ഞാഴ്ചയമ്മേ നിന്റെ വന്നീറുന്നമ്മേ ശുശ്രൂഷയുമ്പോളാനന്ദമേറുന്ന വാഗ്ദാന പേരമേ പ്രിയമേറുന്ന സ്വർഗ്ഗത്തിൻ സമ്മാനമേ ഏവർക്കും അമ്മയായിരിക്കും വാഴുന്ന റൂഹാനിൻ നിറനിലമേ നിന്റെ നന്ദി കേവലമേ നീലയങ്ങിക്കുള്ളിൽ നിത്യവും പാടുന്ന നീതിമാനായ യോസേപ്പിതാവിന്റെ പ്രിയമേറും പങ്കാളിനീ നമ്മേ കൃപാസനത്തിനായി ശുശ്രൂഷയുമ്പോളാനന്ദമേറുന്ന സന്തോഷമായ ദിവസങ്ങൾ ഒന്നാം ദിവസം പരിശുദ്ധ മാതാഗ്രഹം ധരിച്ച് യേശുവിനെ പ്രസവിക്കുന്ന മംഗളോർത്ത ഗബ്രിയേൽ മാലാഖ ദൈവപ്പാനെ അറിയിച്ചു എന്ന് നമ്മൾ ധ്യാനിക്കുക. യേശുവെ ഈ ദിവസം ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ കടബാധ്യതകൾ വിഷമിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കൂടാതെ പുസ്തകം വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന എല്ലാവരുടെയും സ്ഥലം എത്രയും പെട്ടെന്ന് വിറ്റു പോകുന്നതിന് ആവശ്യമായ കൃപ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടി അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞാൻ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഉദ്ദേശം സഫലമാകുന്നതിനും ആ ആഗ്രഹം സഫലീകൃതമാകുന്നതിനു വേണ്ടിയും ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛന് പരിപാടിയുള്ള ശരീരവും ആയുസ്സുകളും ലഭിക്കുന്നതിന് വേണ്ടിയും ഉടമ്പടിയെടുത്തിരിക്കുന്ന എല്ലാവരും ഈ ആണ്ടന്മാരിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന എല്ലാവരും പ്രത്യക്ഷീകരണത്തിന്റെ സാക്ഷിയായി മാറുവാൻ ആവശ്യമായ കൃപ നൽകി അനുഗ്രഹിക്കുന്നതിന് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജോസഫ് സിസ്റ്ററിന് വേണ്ടിയും എല്ലാ വൈദികർക്ക് വേണ്ടിയും എല്ലാ സന്യാസികൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം അവരുടെ പ്രാർത്ഥന സഹായങ്ങളെല്ലാം യേശുവെ അവിടുന്ന് സഹായിച്ച് നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സർവസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. കർത്താവിങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെടാമെന്നും അമ്മയുടെ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു.
പ്രധാനപുത്രം പരിശുദ്ധ മാതാവ് ഏകരും കേട്ടപ്പോൾ ആ പുണ്യതിന് വേണ്ട 3 ദിവസത്തോളം അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്ന് വിചാരിക്കുക. ഇത് ഒരു സെഞ്ചിയിൽ പ്രാർത്ഥിക്കുമ്പോൾ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വേണ്ടിയും വിവിധ പരീക്ഷകൾ അറ്റൻഡ് ചെയ്യാൻ ഒരുങ്ങുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കാം. കർത്താവെ, പഠിക്കുന്ന വിദ്യാർത്ഥികളെയും വ്യത്യസ്തങ്ങളായ പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകൾക്കും നൈപുണ്യ പരീക്ഷകൾക്കും ഒരുങ്ങുന്നവരെ കർത്താവെ അങ്ങനത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, പഠിച്ചിട്ട് മനസ്സിലാകാത്തവരെയും പഠിച്ചിട്ട് പലവട്ടം തോറ്റു പോകുന്നവരെയും റിസൾട്ട് പ്രതീക്ഷിക്കുന്നവരെയും വ്യത്യസ്തമായ കാരണങ്ങളാൽ റിസൾട്ട് വരാത്തവരെയും സർട്ടിഫിക്കറ്റ് കിട്ടാത്തവരെയും എല്ലാം ഇപ്പോൾ അങ്ങ് ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവസ്നായ അങ്ങോട്ടും സൽമായി ഗ്രേകൊട്ടാളാവുന്നു അങ്ങോട്ടും ഫലമായി ഈശ്വരൻ ഗ്രേകൊട്ടാളാവുന്നു. അറിയിക്കുന്നവരെയൊക്കെ അറിയിച്ചതെന്നാണ് ഡോക്ടർ പറഞ്ഞത്. അത് കഴിഞ്ഞ് പിന്നെ ആൻജിയോഗ്രാമൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് സർജറിക്ക് വേണ്ടി പിറ്റേ ദിവസം സർജറിക്ക് വേണ്ടി കയറ്റി കഴിഞ്ഞാൽ നേരെ സർജറി ചെയ്യാൻ പറ്റിയില്ല. അവിടെ പുറത്തിറക്കി. അത് കഴിഞ്ഞ് ICU 6 ദിവസത്തോളം കിടന്ന് പിന്നെ ഞങ്ങൾ അവിടുന്ന് വാർഡിന്ന് പിന്നെ ഞാനൊക്കെ ഹോസ്പിറ്റലിൽ 3 ദിവസം ഇൻജക്ഷൻ ബാക്കിയുണ്ടായിരുന്നു. അപ്പം ചെയ്യാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നതിന് വീട്ടിൽ വന്നപ്പോൾ നമുക്ക് വളരെ നടക്കുകയും നമുക്ക് ഇങ്ങനെ സംസാരിക്കാനൊന്നും പറ്റുന്നുണ്ടായില്ല. ഇപ്പൊ അത് കഴിഞ്ഞ് പിന്നെ ഒരുപാട് ആൾക്കാരുണ്ടായി. ചേച്ചിയും വേറെ ഒരുപാട് ആൾക്കാരെ കൃപാസനത്തിൽ നേർച്ചയൊക്കെ വിളിച്ചെന്ന ഉപ്പ് എല്ലാ സാധനങ്ങളും കൊണ്ടുവന്ന് മാധവന് സമർപ്പിച്ച് എല്ലാവരും പ്രാർത്ഥിച്ച് ചേച്ചിയും വന്ന് പറഞ്ഞ് അമ്മ വീൽ ചെയറിൽ ഇരിക്കാറായിട്ടുണ്ടെങ്കിൽ വന്ന് സാക്ഷ്യം പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ ചേച്ചി വന്ന് ഞങ്ങള് അടുത്ത പ്രാവശ്യം വരുമ്പോ നമ്മൾക്ക് യൂറിൻ ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു, മൂക്കില് ട്യൂബ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇനി വരുമ്പോ ട്യൂബ് ഉണ്ടാവൂല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചേച്ചിയൊക്കെ വന്നതിന്റെ അന്ന് രാവിലെ അമ്മ തന്നെ മൂക്കില് ട്യൂബ് കൈവച്ച് അമ്മ തന്നെ എത്തും കളഞ്ഞു. ഇപ്പൊ അമ്മ ഇപ്പൊ വായിക്കൂടി ഭക്ഷണം കഴിക്കുന്നുണ്ട്. യൂറിൻ ട്യൂബും ഇപ്പൊ മാറ്റി ഒരു മാസവും ഡിസംബർ 25-ാം തീയതി സംഭവിച്ചത്. ഇപ്പൊ അമ്മ കുറെ ബെറ്ററായി. ഇപ്പൊ അമ്മ എഴുന്നേറ്റ് ഇരിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങള് പിടിച്ചിട്ടുണ്ടെങ്കിൽ നടന്ന് ഇപ്പൊ ഹാളിലോട്ടൊക്കെ വരാനായിട്ടുള്ള ആ ഒരു സ്റ്റേജിലോട്ട് അമ്മ എത്തി. ദൈവം ഒരുപാട് ഞങ്ങൾ അനുഗ്രഹിച്ച് പോയി ഉടമ്പടി എടുത്ത് കഴിഞ്ഞ മുന്നേ ചൊവ്വാഴ്ച പോയി ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അന്ന് സൗകര്യപ്പെട്ട് വന്നേ. നിസ്സാരം പറയാനായിട്ടുള്ളത് അമ്മ ഭേദമായി. അമ്മ ഇപ്പൊ സംസാരിക്കലുണ്ട്. ഡോക്ടർമാര് വളരെ കെട്ടിക്കലാന്ന് പറഞ്ഞതാണ്. പിന്നെ മാതാവ് വിഷയം എല്ലാം ഞങ്ങൾ അനുഗ്രഹിച്ചിരിക്കും. അങ്ങനെ കിടന്ന് അപ്പൊ ഡോക്ടർ വീടിന്റെ അടുത്ത് കൊണ്ടുപോയപ്പോ ഡോക്ടർ പറഞ്ഞത് അഡ്മിറ്റ് ആക്കണമെന്നാണ് പറഞ്ഞിട്ടത്. പക്ഷെ എനിക്ക് അഡ്മിറ്റ് ആക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും പറ്റൂലായിരുന്നു. കാരണം 2 പേരുടെ വീട്ടിലെ ആളില്ലാത്തതിന്റെ പേരില് അങ്ങനെ ഞാനിതും കൊടുത്തതിന് കഴിഞ്ഞിട്ട് അവർക്ക് കുറച്ച് കുറഞ്ഞ് വന്നിട്ട് പിന്നെയും ഇതായി. വീണ്ടും ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോ ഞാൻ പറഞ്ഞ് മാതാവേ, ആ കുഞ്ഞിനെ അവിടെ അഡ്മിറ്റ് ആക്കാതെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ ഇവിടെ വന്ന അടുത്ത മാസം സാക്ഷ്യം പറഞ്ഞോളാന്ന് പറഞ്ഞ്. അതുപോലെ തന്നെ ബ്ലഡ് എല്ലാം ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ കുഞ്ഞിന് വേറെ കുഴപ്പമില്ല, ഭക്ഷണത്തിന്റെ കുറവാണെന്ന് മാത്രം പറഞ്ഞ് കൊച്ചിനെ തിരിച്ചു വിട്ടു. ഇത്രയും വലിയൊരു അനുഗ്രഹം തന്ന മാതാവിന് 1000 നന്ദി പറയുന്നു. മറ്റൊരാൾക്ക് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിപ്പം പറഞ്ഞ് എനിക്കൊരു സൂചന കിട്ടിയപ്പോൾ ഞാൻ മാതാവിനോട് പറയുന്നത് ആരും ചതിക്കാൻ പറ്റിക്കാൻ അനുവദിക്കരുതട്ട മാതാവിന്ന്. അങ്ങനെ കഴിഞ്ഞും കൊണ്ട്
ഇവരെന്നോട് പറഞ്ഞു എനിക്ക് കുറച്ച് നാളത്തേക്കും കൂടി എനിക്ക് സാവകാശം ഉണ്ടാകും, വേറൊരു കരാറ് നമുക്ക് എഴുതാന്ന് പറഞ്ഞു. അങ്ങനെ ഒരാഴ്ചയോളം നിന്നിട്ട് ഒരു കരാറ് എഴുതാനില്ല. അത് കഴിഞ്ഞപ്പോൾ വേറെ ആൾക്കാരെ ഇടപെട്ട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞ് അങ്ങനെ ഉണ്ടെങ്കിൽ അവർ കരാറ് എഴുതട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ കരാറ് എഴുതാനൊരു വ്യാഴാഴ്ച എന്നോട് പറയുന്നത് പോയി കരാറ് എഴുതിക്കോ, നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതിക്കോ, എന്നിട്ട് ഞങ്ങൾ ഒപ്പിട്ട് വന്നേക്കാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കരാറ് ഞാൻ അപ്പൊ എൻ്റെ ആങ്ങളുടെ മകൾ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആൻറ്റി ഞങ്ങൾ കൃപാസാൻ മാതാവിൻ്റെ അടുത്ത് പോകുന്നുണ്ട്, ആൻറ്റി വരണ്ടാന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ശരി അമ്മ. അപ്പൊ എല്ലാവരോടും പറഞ്ഞു ഞാൻ കരാറ് എഴുതണമെന്നുണ്ടെങ്കിൽ മാതാവിൻ്റെ അടുത്ത് പോയി വന്നിട്ട് മാത്രമേ ഞാൻ കരാറ് എഴുതുള്ളൂ, മാതാവ് എന്താണ് തീരുമാനിക്കണമല്ലോ ആട്ടെ എന്ന് പറഞ്ഞ് ഞാൻ ആ ശനിയാഴ്ച അവരോടുകൂടി കൃപാസാൻ മാതാവിൻ്റെ അടുത്ത് പോയി. അങ്ങനെ മാതാവിനോട് പ്രാർത്ഥിച്ചു പോന്നു. തിങ്കളാഴ്ച കരാർ എഴുതാൻ പോയപ്പോ അതുവരെ ഞാൻ ചോദിച്ചിട്ട് എനിക്ക് ആ കരാർ പേപ്പർ തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് എനിക്ക് കാണണം എന്നൊക്കെ എന്നെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കരാർ എഴുതാൻ ചെന്നപ്പോ കരാർ എഴുതാൻ ചെന്ന അയാൾ പറഞ്ഞു ആദ്യത്തെ മുൻ കരാർ പേപ്പർ കിട്ടാതെ ഈ കരാർ എനിക്ക് എഴുതാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ചോദിച്ചിട്ട് തന്നെ ഇല്ലെന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞു ഒന്നും കൂടി നിങ്ങൾ ചോദിക്കെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പൊ മാതാവിന്റെ ലോക്കറ്റ് എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഞാൻ ഇവനെ വിളിച്ച് കഴിഞ്ഞ് 2 നേട്ടം വിളിച്ചിട്ട് ഫോൺ എടുത്താലും പിന്നെ എടുത്തു കഴിഞ്ഞപ്പോ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു ഇതേ ഇന്ന ആള് എന്നോട് കരാർ പേപ്പർ തന്നെ ഒന്നാണ് പറയുന്നത്, എന്നാലും എനിക്ക് കരാർ എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെ അവൻ പറഞ്ഞ് ആരെക്കൂടിയാന്ന് പറഞ്ഞാൽ എനിക്കിപ്പോ വരാതിന് ഒഴിവില്ലല്ല എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു ഞാനില്ല ഫോണിലിട്ട് തരാന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. അങ്ങനെ ഫോണിലിട്ട് ആ കരാർ പേപ്പർ കിട്ടിയതിന്റെ പേരിൽ എനിക്കൊന്ന് പിടിച്ചു നിൽക്കാനായിട്ട് മാതാവ് എനിക്ക് അനുഗ്രഹം തന്നു. അല്ല എങ്കിൽ ആ പൈസ എനിക്ക് നഷ്ടപ്പെടും. ഇപ്പൊ കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് തരുമെന്നുള്ള പൂർണ്ണ വിശ്വാസമുണ്ട്. പക്ഷെ ഈ കരാർ പേപ്പർ കിട്ടാനായിട്ട് കൃപ നൽകി മാതാവിന് 1000 നന്ദി പറയുകയാണ്. കന്നഡ നിൽക്കില്ല, ഓപ്പറേഷൻ ചെയ്തില്ലെങ്കിൽ ഞാൻ കന്നഡ നിൽക്കില്ലെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പോലെ എന്ന് പറഞ്ഞു. അങ്ങനെ ആശുപത്രി ചെന്നപ്പോൾ ഡോക്ടർ ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യില്ല. അപ്പൊ ഞാൻ ചെയ്തെന്ന് പറഞ്ഞാൽ 28 വയസ്സ് വരെ അവന് ചെയ്യാനായിട്ട് ഒരു ഇതില്ല. ഉടമ്പടി എടുത്ത് അവിടെ പോയി കൃപാസനത്തിൽ ഉടമ്പടി എടുത്ത് ഒരു 5-10 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അവന് കണ്ണിന് ഓപ്പറേഷനുള്ള എല്ലാ സജ്ജീകരണങ്ങളും ചെയ്ത് മാതാവ്. പിന്നെ അപ്പൊ ഞാൻ സാക്ഷ്യം പറയുമ്പോ കണ്ണട വെക്കാണ്ടാണ് അവനിപ്പോ നടക്കണം, ജോലിക്ക് പോകണം. അത് എനിക്ക് നന്ദി പറയുന്നു. പിന്നെ അവൻ പറഞ്ഞ് 2 പേരും പറഞ്ഞു മമ്മി ഞങ്ങൾക്കൊരു കാറ് വേണം ഓടിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട്, പഴയത് മതി എന്ന് പറഞ്ഞു. അവന്റെ 40,000 രൂപയുടെ ഒരു കാറ് പഴയത് അതും മേടിച്ച് ഇപ്പൊ കൊച്ചുങ്ങൾ അത് ഓടിച്ച് പഠിക്കുന്നേന്. 10 ദിവസം കഴിഞ്ഞപ്പോ തന്നെ കൊച്ചിന് കണ്ണിന് ഓപ്പറേഷൻ 28 കൊല്ലം ഓപ്പറേഷൻ ചെയ്യാൻ നടക്കണം. ഇതുവരെ നടന്നിട്ടില്ല. പക്ഷെ ഉടമ്പടി എടുത്ത് 10 ദിവസം കഴിഞ്ഞപ്പോ തന്നെ കൊച്ചിന് ഓപ്പറേഷൻ ചെയ്ത് പൈസ കടം മേടിച്ച് ചെയ്ത് 2 വട്ടം കടമുണ്ട്. എന്നാലും മാതാവ് വീട്ടാളെ വഴി എനിക്ക് കാണിച്ചു തരും. എന്നാലും 2 കാര്യം ഞാൻ കൊച്ചുങ്ങൾ പറഞ്ഞത് 2 കാര്യം എനിക്ക് സാധിച്ചെന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. ഈ പറഞ്ഞ പോലെ ബ്ലോക്ക് വെച്ച മാതാവിന്റെ അടുത്ത് ഞാൻ പോയി കരഞ്ഞ് പ്രാർത്ഥിച്ച് എന്റെ മോനിപ്പോ കണ്ണട വേണ്ട ഒന്നും വേണ്ട ഇപ്പൊ ശരിക്കും കാഴ്ചയും കെട്ടി 2 കണ്ണു എന്ന് പറയുമ്പോ എന്താണ് 2 ലാസ്റ്റ് ഓപ്പറേഷന് മുമ്പ് എന്താണ് കൊച്ചു പറയും മമ്മി മഴ സമയത്തെ വെള്ളം വീഴുമ്പോഴത്തേക്കും എങ്ങോട്ടാണ് പോകണ്ടേന്ന് അറിയാൻ മതി. വെള്ളം ഇങ്ങനെ വീണോണ്ടിരിക്കണേ വണ്ടി അങ്ങാടും ഇങ്ങോട്ടൊക്കെ ഓടിപ്പോകുന്നു. ഒരു ഉദ്ദേശം വെച്ചാണ് ഞാൻ അങ്ങോട്ട് പോണത്. അങ്ങനെ മാതാവിന്റെ അടുത്ത് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് ഓപ്പറേഷൻ ചെയ്ത് കണ്ണിന് കാഴ്ച കിട്ടി കണ്ണട വെക്കണേ മാതാവിന്